കെമിസ്ട്രി മാത്സ് ആണ് നമ്മുടെ സിലബസ് ചെയ്യുമ്പോൾ ഏകദേശം സെയിം തന്നെ. അല്ലാണ്ടുള്ള സബ്ജക്റ്റുകൾക്ക് മിസ്സുമാർ തന്നെ വളരെ സപ്പോർട്ടായിട്ട് അവർ നമുക്ക് മെത്തേഡ്സ് പറഞ്ഞു തരും നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ആദ്യമൊക്കെ എക്സാം എഴുതുമ്പോൾ തലേന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ എക്സാംസ് എഴുതാം. പിന്നെ ഇവിടെ ഇപ്പോൾ തന്നെ കുറേ മോഡൽസ് ഞങ്ങൾക്ക് നടത്തി. കുറേ മോഡൽസ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സാമിനോട് ഒരു പേടി മാറിയായിരുന്നു. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കിട്ടും. അതായത് ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ്, ക്വസ്റ്റ്യൻസിനെ ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ് മാത്തമാറ്റിക്സിന്റെ സ്റ്റൈൽ ഓഫ് സ്റ്റഡിയുടെ പ്രത്യേകത. ശരിയല്ലേ? ക്വസ്റ്റ്യൻസിനെ ഫെമിലിയർ ആക്കുക. ജെഇ മെയിൻ 2024 സെഷൻ 1-ൽ കേരളത്തിൽ നിന്നും 99% അതിന് മുകളിലോ നേടിയ വിദ്യാർത്ഥികളിൽ 15% ഒരു സ്കൂളിൽ നിന്നാണ്. അതിൽ തന്നെ 99.9% മുകളിൽ സ്കോർ കരസ്ഥമാക്കിയ 5 പേരാണുള്ളത്. അത് വേറെ എവിടെയുമല്ല, നമ്മുടെ സ്വന്തം കെ സ്കൂൾ മാന്നാനമാണ്. 99% മുകളിൽ സ്കോർ കരസ്ഥമാക്കിയ 37 വിദ്യാർത്ഥികളാണുള്ളത്. അതിൽ കുറച്ച് പേരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെ തുടങ്ങാം? അപ്പൊ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് മാധവ് പ്രദീപ്. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പെർസെൻറ്റേജ് 99.77. എൻ്റെ പേര് സബീഹ്. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ പെർസെൻറ്റേജ് 99.81. എൻ്റെ പേര് ഗോപികൃഷ്ണൻ രാജേഷുണ്ണി. ഞാൻ എറണാകുളത്ത് നിന്നാണ്. എൻ്റെ പെർസെൻറ്റേജ് 99.62. എൻ്റെ പേര് അഭിനവ്. ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. പെർസെൻറ്റേജ് 99.87. എൻ്റെ പേര് മാത്യു. കോട്ടയത്തു നിന്നാണ് വരുന്നത്. 99.60%. എൻ്റെ പേര് ജഗൻ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര നിന്നാണ് വരുന്നത്. എൻ്റെ പെർസെൻറ്റേജ് 99.69. എൻ്റെ പേര് നോയൽ. ഞാൻ കോട്ടയം സ്വദേശിയാണ്. എൻ്റെ പെർസെൻറ്റേജ് 99.51. എൻ്റെ പേര് അതുൽ. വീട് കോഴിക്കോടാണ്. പെർസെൻറ്റേജ് 99.7. എൻ്റെ പേര് ശ്രീഹരി. ഐ എം ഫ്രം കോട്ടയം. 99.6. എൻ്റെ പേര് നെവിൻ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പെർസെൻറ്റേജ് 99.91. എൻ്റെ പേര് അമൻ. കോഴിക്കോട് നിന്നാണ് വരുന്നത്. എൻ്റെ പെർസെൻറ്റേജ് 99.93. എൻ്റെ പേര് അഖിൽ. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ പെർസെൻറ്റേജ് 99.94. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് തന്നെ 99% മുകളിൽ സ്കോർ കരസ്ഥമാക്കിയ 3 പെൺകുട്ടികളാണുള്ളത്. അവരിൽ ഒരാൾ മാത്രമേ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് റജ. എൻ്റെ വീട് കോഴിക്കോടാണ്. പെർസെൻറ്റേജ് 99.4. എൻ്റെ പേര് സിദ്ധാർത്ഥ് വത്സൻ. ഞാൻ എറണാകുളത്ത് നിന്നാണ്. എനിക്ക് ജെഇ മെയിൻസിൽ 99.88% ഉണ്ടായിരുന്നു. എൻ്റെ പേര് ആദിത്യ. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. എൻ്റെ പെർസെൻറ്റേജ് 99.88. എൻ്റെ പേര് ജോൺ. ഞാൻ എറണാകുളത്ത് നിന്നാണ്. എൻ്റെ പെർസെൻറ്റേജ് 99.55. എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ്. എൻ്റെ പെർസെൻറ്റേജ് 99.96. എൻ്റെ പേര് വിവേക്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. എൻ്റെ ജെമിൻ പെർസെൻറ്റേജ് 99.61. എൻ്റെ പേര് പാർത്ഥു. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. എൻ്റെ പെർസെൻറ്റേജ് 99.15. എൻ്റെ പേര് ചിരാഗൻ ഫെഡറേഷനാണ്. ഞാൻ മൈസൂരിൽ നിന്നാണ്. എൻ്റെ സ്കോർ 99.54%. എൻ്റെ പേര് ആദിത്യ. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. എൻ്റെ പെർസെൻറ്റേജ് 99.3. എൻ്റെ പേര് ആനന്ദ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. എൻ്റെ പെർസെൻറ്റേജ് 99.7. എൻ്റെ പേര് സൂര്യ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. എൻ്റെ പെർസെൻറ്റേജ് 99.73. എൻ്റെ പേര് നിഹാൽ. പയ്യന്നൂരിൽ നിന്നാണ്. പെർസെൻറ്റേജ് 99.3. എൻ്റെ പേര് ജോബൽ ഷാജി. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു. ജെഇ മെയിൻസ് എനിക്ക് 99.04%. അപ്പോൾ മിസ്, നമ്മുടെ സ്കൂൾ പഠനത്തിനോടൊപ്പം തന്നെ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങും കൂടെ കൊണ്ടുപോയി 99% അതിന് മുകളിലോ കരസ്ഥമാക്കിയ പിള്ളേരാണ് നമ്മുടെ കൂടെ ഉള്ളത്, അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചോദിക്കാം. അപ്പോൾ സ്കൂൾ പഠനത്തോടൊപ്പം എങ്ങനെയാണ് നിങ്ങൾ ഈ എൻട്രൻസിൻ്റെ കോച്ചിങ് കൂടി കൊണ്ടുപോയത്? സ്കൂളിനായിട്ടുള്ള ടൈം വേറെ അലോട്ട് ചെയ്ത് വെച്ചിട്ട് എൻട്രൻസിനായിട്ട് മേജർലി ഫോക്കസ് കൊടുത്താണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ജെഇ മെയിൻ ടൈം വന്നപ്പോഴത്തേക്കും സ്കൂളൊന്ന് ശകലമൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു ദിവസം ഒരു 3 പേപ്പർ എന്നുള്ള രീതിയിൽ ടൈം വെച്ച് ചെയ്യുന്നതാണ് എന്നെ സഹായിച്ചത് ഫസ്റ്റ് കിട്ടാനായിട്ട്. ഇവിടെ എങ്ങനെയാണ്? ഏകദേശം അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ എൻട്രൻസ് തന്നെ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നമ്മൾ എൻട്രൻസിനായിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. നമ്മൾ സ്കൂളിലെ വർക്ക് അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ അത്യാവശ്യം എളുപ്പമാണ് ഇവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് വെച്ചിട്ട്. പിന്നെ ഫ്രണ്ട്സും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പിന്നെ നമ്മൾ തമ്മിലും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കമ്മ്യൂൺ സ്റ്റഡി ആയാലും എന്തായാലും ഈ ഫ്രണ്ട്സിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം നമ്മൾ അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പ് ആയതുകൊണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന രീതി വേറെയാണല്ലോ. അതായത് എക്സാം എഴുതുന്നതാണെങ്കിലും പോയിന്റ് ഓഫ് വ്യൂ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇപ്പം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ് നമ്മുടെ സിലബസ് ചെയ്യുമ്പോൾ ഏകദേശം സെയിം തന്നെ. അല്ലാണ്ടുള്ള സബ്ജക്റ്റുകൾക്ക് മിസ്സുമാർ തന്നെ വളരെ സപ്പോർട്ടായിട്ട് അവർ നമുക്ക് മെത്തേഡ്സ് പറഞ്ഞു തരും നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കുകയാണെങ്കിൽ അത് നമുക്കിനി ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുമ്പോഴത്തേക്ക് നമുക്കത് വളരെ
വിലപ്പെട്ടൊരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനായിട്ട് ഇങ്ങനെ കുറച്ച് ടൈം അലോട്ട് ചെയ്ത് അതിനകത്ത് അതെന്തോ അവർ ആ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറഞ്ഞേക്കണേ നമ്മളത് മനസ്സിലാക്കിയെടുത്ത് അത് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം ആലോചിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കത് പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് കിട്ടും. ലാംഗ്വേജസിൻ്റെ കാര്യമാണെങ്കിൽ അത് ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വരും, പക്ഷേ അതിനൊരു ടൈമുണ്ട്. അതൊക്കെ അല്ലാണ്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരേ സബ്ജക്റ്റ് തന്നെ ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ തന്നെ 2 രീതിയിലാണല്ലോ എക്സാം എഴുതുന്നത്. അതായത് ഒരെണ്ണം ഒബ്ജക്റ്റീവ് ഒരെണ്ണം സബ്ജക്റ്റീവ് ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ, അതായത് ഇവിടുത്തെ രീതിയിലല്ല മറ്റേ ഉത്തരം മാത്രം മതി, അതിലെന്തെങ്കിലും ഒബ്ജക്റ്റീവായിട്ട് എഴുതുമ്പോഴത്തേക്കും നമ്മൾ ആൻസർ കണ്ടുപിടിച്ച് ചുമ്മാ ബബിൾ ചെയ്ത് വെക്കുക എന്നല്ലാണ്ട് അതിനകത്ത് വേറില്ല. പക്ഷേ സബ്ജക്റ്റ് വരുമ്പോഴത്തേക്കും അവിടെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ ആ ഒരു ഐഡിയ എങ്ങനെ പേപ്പറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു, പിന്നെ മാർക്ക് ചെയ്യുക. പിന്നെ എനിക്ക് ഏറ്റവും പ്രശ്നമാകുന്നത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. അതുപോലെ നമ്മൾ ഈ കുറേ നാൾ ഇങ്ങനെ ഈ OMR എക്സാംസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈ അക്ഷരത്തിനൊക്കെ നല്ല രസമായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനായിട്ട് പ്രാക്ടീസൊക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ മെയിൻ എക്സാമിന് കുഴപ്പമില്ല. കാരണം എനിവേ ഇതിന്റെ മാർക്ക് കീമിന് വരുമല്ലോ, പിന്നെ നമുക്ക് എടുക്കേണ്ട വലിയ അത് ഇച്ചിരി എഫേർട്ട് എടുക്കേണ്ട ആവശ്യമാണ്. സ്കൂൾ മാർക്സും ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കീമിനേക്ക് നോക്കുമ്പോഴത്തേക്കും ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് എൻട്രൻസിന്റെ എക്സാമിന് അപ്രോച്ച് ചെയ്തത്? എക്സാമിന്റെ തലേ ദിവസം ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ എക്സാം എഴുതുമ്പോൾ തലേന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ എക്സാംസ് എഴുതാം. പിന്നെ ഇവിടെ ഇപ്പോൾ തന്നെ കുറേ മോഡൽസിനൊക്കെ നടത്തി. അപ്പോൾ കുറേ മോഡൽസ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സാമിനോട് ഒരു പേടി മാറിയായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലോണം അപ്രോച്ച് ചെയ്യാൻ പറ്റും. ടെൻഷൻ ഇല്ലാതെ എഴുതുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലോണം നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. എക്സാം ജെയ്മെയിൻ ഏത് ഷിഫ്റ്റ് ആയിരുന്നു? ഞാൻ 29 ഷിഫ്റ്റ് 1. 29 ഷിഫ്റ്റ് 1 മോർണിംഗ് ഷിഫ്റ്റ്. ഓക്കെ. അപ്പോൾ എക്സാം ഹോളിൽ കയറി കഴിഞ്ഞിട്ട് ഒരുപാട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്തത്? ഏത് സബ്ജക്റ്റ് ആദ്യം ചെയ്തത്? ഞാൻ സാധാരണ എപ്പോഴും കെമിസ്ട്രി ചെയ്ത് തുടങ്ങി. കെമിസ്ട്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഫിസിക്സ്, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാത്സ്. ആദ്യം സ്ക്രീനിൽ കാണിച്ചത് ഏത് സബ്ജക്റ്റ് ആയിരുന്നു? മാത്സ് ആയിരുന്നു. അപ്പോൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടായോ? ഇല്ല, ഞാൻ എപ്പോഴും കെമിസ്ട്രിയോട് മാറ്റി ബുദ്ധിപരമായിട്ട് നീങ്ങി. ഓക്കെ, താങ്ക് യു. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആൺകുട്ടികളുടെ തട്ടകമാണ് എന്നുള്ള ധാരണ നമുക്കിപ്പോൾ പയ്യെ മാറി മാറി വരികയാണല്ലേ. നമ്മുടെ പെൺകുട്ടികൾ അതിലും മിടുക്കരായിട്ട് മുന്നോട്ട് ഇപ്പം എഞ്ചിനീയറിങ്ങിൻ്റെ പല മേഖലകളിലേക്കും വന്ന് തുടങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള നല്ല ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാളിവിടെ ഉണ്ട്. നമുക്ക് പരിചയപ്പെട്ടാലോ? ഓക്കെ. സോ വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് when you were preparing for your JEE Mains? ഞാൻ ഒറിജിനലി JEE എഴുതാൻ പ്ലാൻ ചെയ്ത ആളല്ലായിരുന്നു. 10th കഴിഞ്ഞിട്ട് എൻജിനീയറിങ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും മാത്സ് എൻ്റെ ഫ്രണ്ട്സൊക്കെ മാത്സ് ഒടുക്കത്തെ പാടായിരിക്കും, നടക്കത്തില്ല, 3rd മുതൽ ഇതിനു വേണ്ടി പഠിക്കുന്ന എല്ലാവരും ആയിരിക്കും, ഒന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടതാ. അപ്പം ഞാനങ്ങനെ പേടി കാരണം അവസാനം എയിംസിൽ ജോയിൻ ചെയ്തു. 2 ആഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഇവിടുത്തെ 2 ആഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്തു. ബയോളജി പറ്റൂല. മാത്സ് എത്ര ഹൊറിബിളാണെന്ന് പറയുകയാണെങ്കിലും എനിക്കിഷ്ടമായിരുന്നു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു മാറി. ഒരു ബയോളജി ടീച്ചറിൻ്റെ മുഖത്ത് നോക്കി ബയോളജി പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ചങ്ക് തകർന്നു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും കുട്ടൻ്റെ ആഗ്രഹം നമ്മൾ മാനിക്കുന്നു. ഓക്കെ. അല്ല, ഇത് തന്നെ എനിക്കിഷ്ടം. അന്നും ആ ഒരു പേടി കാരണം മാത്രം ഞാൻ എടുത്ത. 1 മാസത്തോളം ഞാൻ ഇവിടുത്തെ ബ്രില്യൻ്റ് എയിംസിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഓൺലൈനും കുറച്ച് ഓഫ്ലൈനായിട്ട്. ഓൺലൈനായപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞു. വന്നു, കുറച്ച് ഓഫ്ലൈൻ ക്ലാസ് ഇരുന്നു. ഇനി 2 വർഷം ഇതായിരിക്കും ലൈഫ് എന്ന് കണ്ടപ്പം വേണ്ട, മാറ്റി വെച്ചു. ഇഷ്ടമുള്ളതെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് കഷ്ടപ്പെട്ടാലും അതല്ലേ നല്ല തീരുമാനിച്ചു. ഇപ്പം ഹാപ്പി, അതിനെടുത്താൽ മതിയായിരുന്നു തീരുമാനിക്കുന്നു. ലാസ്റ്റൊക്കെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അത് ഇൻഹെറൻ്റ്ലി എൻ്റെ ഒരു പ്രോബ്ലം. ഇപ്പം ഈ കഥ കേട്ടില്ലേ, പേടിയൊരു എന്താ പറയുക, ഫണ്ടമെൻ്റലി ഉള്ളൊരു കുഴപ്പമാണ്. പക്ഷേ ലാസ്റ്റ് 2-3 ദിവസം ഭയങ്കര എന്താണെന്ന് അറിയില്ല. എൻ്റെ ക്ലാസ് ടീച്ചറുണ്ട്, അമിത് സാർ എന്ന് പറഞ്ഞിട്ട്. ആള് അടിപൊളി, ബെസ്റ്റ് ടീച്ചർ. ലൈക്ക് ആള് ലാസ്റ്റ് 3 ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലൈക്ക് ഒരു മോട്ടിവേഷൻ സെഷൻ, ഒരു 15 മിനിറ്റ്സ്. ആ 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ ബാക്കി 3 ദിവസം സെറ്റായി. ലൈക്ക് ഫുൾ അത്രയും നന്നായി ഞാൻ ലാസ്റ്റ് 3 ദിവസം റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാർ കാരണം. ലൈക്ക് ആ ഒരു 3 ദിവസത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് അവസാനം ഇത്ര ഇതായ. അപ്പോ നമുക്ക് ഒരു പാട്ട് കേൾക്കാം. ആരാധികേ മഞ്ഞുതിരും വഴിയരികെ നാളേറെയാ കാത്തു നിന്നു മിഴി നിറയെ നീ എങ്ങു പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ
മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ. നിന്നെ അറിയാൻ ഉള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നുമെന്നും ഒരു പുഴയാ ആരാധികേ. അതാണ് അവൻ അത്ര നാണിച്ചൊക്കെ നിന്ന് പാട്ട് പാടാൻ ഭയങ്കര നാണം വരുന്നവരെ. അപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ മാത്സിലെ പ്രമുഖ ഫാക്കൽറ്റിയായ മനു സാർ വന്നിട്ടുണ്ട്. മനു സാറിനെ നമുക്ക് ക്ഷണിക്കാം. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ ചൂടമുല്ലപ്പൂവിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നീയും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ. എളിമ കൊണ്ട്, അതെ, എളിമ കൊണ്ട് ഒരു എളിയ ഗായകൻ എന്ന് മനസ്സാറ് പറഞ്ഞത്. സാറിന്റെ കഴിവിന് മുന്നിൽ ആക്ച്വലി എനിക്ക് പാട്ട് പാടാൻ അറിയാമായിട്ടല്ല. ഇതെങ്ങനെ വെച്ചാൽ ഈ ക്ലാസ്സിൽ കയറുമ്പോഴത്തേനുവേ ഇവരിങ്ങനെ ഓരോ ഡിമാൻഡ് പറഞ്ഞ് പാടുന്ന അല്ലയോ പിള്ളേരെ. അതായത് ഇവന്മാരാണ് എന്നെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ പാടിച്ചത്. ഇവരുടെ അടുത്ത് വരുമ്പോഴത്തേനുള്ള വലിയ പ്രശ്നം എന്താണെന്നറിയോ, നമ്മളാ കൂടി ചലഞ്ച് കൊടുക്കുന്നത്, ക്ലാസ്സിൽ ചലഞ്ച് കൊടുക്കുന്നത് പ്രോബ്ലം ആണ് കൊടുക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേന് ഇവർ പറയും, അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഓഫർ കൊടുക്കുമല്ലോ, പറയുന്നത് ചെയ്യാം അത് ചെയ്യാന്ന് പറയുമ്പോഴത്തേന് ഇവരെന്നെ കൊണ്ട് ഓരോ പാട്ട് പാടിക്കുക, ബിരിയാണി മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ നമുക്ക് പ്രതീക്ഷയില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഇവരെല്ലാവരും വന്ന് 99% ഇപ്പുറത്തേക്ക് നിൽക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ അന്ന് എടുത്തുകൊണ്ടിരുന്ന റിസ്കിന്റെ ഒരു എന്ത് വലിയ റിസ്ക് ആണെന്ന് നോക്കി. ശരിയല്ലേ? പിന്നെ അത്യാവശ്യം ഉടായ്പൊക്കെ കാണിച്ച് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലടാ പിള്ളേരെ. അതായത് മോഡൽ എക്സാമിന്റെ ചൂടായിരുന്നോ നിങ്ങൾക്ക്, അതോ സെക്കൻഡ് ഫേസിന് നിങ്ങൾക്ക് 100% മേടിക്കണം എന്നുള്ള ഒരു വാശിയായിരിക്കും ഈ മുഖത്ത്? ശരിയല്ലേ? അതായത് ഇവർ ഒത്തിരി അങ്ങനെ മിങ്കിളാകാത്തതിന്റെ കാര്യം എന്തറിയോ, ഇവർ തമ്മിലാണല്ലോ കോമ്പറ്റീഷൻ നടക്കുന്നത്. അതാണ് അതിന്റെ ഒരു ചൂടാണ് നമ്മൾ ഈ കാണുന്നത്. സാധാരണ ഒരിടത്ത് കാണുന്നതിനേക്കാളും ചൂടാണ്. കാരണം മനസ്സിൽ ഫസ്റ്റ് ആര് സെക്കൻഡ് ആര് എന്നുള്ള മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ചൂടാണോ പിള്ളേരെ? ജെഇ അഡ്വാൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണോ നടക്കുന്നത്, അതോ ഫേസ് 2 100% എന്ന് പറയുന്ന ഒരു ഏതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടക്കുന്നത്? രണ്ടും ഉണ്ട്. എനിക്ക് തോന്നിയായിരുന്നു നമ്മളിപ്പോൾ നടത്തേണ്ട അഡ്വാൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. നിങ്ങൾക്ക് സിൽവർ മെഡൽ എന്തായാലും കൈ കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഗോൾഡ് മെഡലിന് വേണ്ടിയുള്ള ശ്രമമാണ്. ശരിയല്ലേ? എടാ പിള്ളേർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ചോദിക്കേണ്ട റിലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മളെന്തായാലും എക്സാം എഴുതിയല്ലോ. ഈ ഇൻ്റർവ്യൂ ഒക്കെ കാണുന്നത് ആരായിരിക്കും? പറ, ആരായിരിക്കും? ഇനി എഴുതാൻ പോകുന്ന ആൾക്കാരാ. അപ്പോൾ ഇനി എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് മാധവപ്രദീപ് എന്തെങ്കിലും പറയാനുണ്ടോടാ? നമുക്ക് പറ്റിയ എന്തെങ്കിലും ഒരു മണ്ടത്തരം എന്തെങ്കിലും എക്സാം ഹാളിൽ പറ്റിയതോ പഠിക്കുന്നതിനകത്ത് പറ്റിയോ അങ്ങനെ എന്തെങ്കിലും മണ്ടത്തരം പറയാനുണ്ടോ? അതാണല്ലോ നമുക്ക് വേണ്ടത്. ശരിയല്ലേ? പറ, പറഞ്ഞോ. ആ എനിക്കട്ടാ മാത്തമാറ്റിക്സ് പഠിച്ചില്ല, പ്രിപ്പയർ ചെയ്തില്ല. എന്നാ ഈ സെഷന് മാത്സ് ഭയങ്കര പാടായുണ്ട്. ഈ സെഷന് ഈ അല്ല 31 ഷിഫ്റ്റ്. 31. അപ്പൊ മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ട് മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തില്ല എന്നാണോ പറഞ്ഞത്? അങ്ങനെ ചെയ്തു, എന്നാൽ പ്രിപ്പയർ ചെയ്തില്ലായിരുന്നോ? അപ്പം അടുത്ത തവണത്തേന് നമുക്ക് അതങ്ങനെ മേക്കപ്പ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ പിള്ളേരോട് പറയാനുള്ള മാത്തമാറ്റിക്സും കൂടി പ്രിപ്പയർ ചെയ്യണം. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ വരുന്ന പിള്ളേരോട് പറയാനുണ്ടോ? നേരത്തെ എത്തുകയാണെങ്കിൽ കിടന്നുറങ്ങണം, സ്ക്രീനിൽ നോക്കരുത്. 1.5 മണിക്കൂർ നേരത്തെ എത്തിയിട്ട് സ്ക്രീനിൽ നോക്കിയത്, എന്നിട്ട് പരീക്ഷ ഹാൾ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരുമാതിരി തലകറക്കം വന്ന് വീഴാനായി. അതായത് എക്സാം ഹാളിൽ കയറിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്പ്ലേ ചെയ്യുന്നത് വരെ സ്ക്രീനിലേക്കോ കാര്യങ്ങളോ ഒന്നും നോക്കരുത്. നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. അതായത് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഐ സ്ട്രെയിൻ മാക്സിമം കൂടുതലാണെന്നാണ് പറയുന്നത്. അതൊരു വലിയ കാര്യമായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ആയി വരുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി. പോയിട്ട് എന്റെ സ്ക്രീനിൽ 1.5 hours ബാക്കിയാണ്. 1.5 മണിക്കൂർ എന്നിട്ട് ഞാൻ സ്ക്രീനിൽ നോക്കിയിരുന്നു. സ്ക്രീൻ സേവർ വന്നിട്ട് ഓഫ് ആയില്ല, ഞാൻ മൗസ് ഓണാക്കി അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ആ ഒരു സംഗതിയാണ്. അന്നേരത്തിന് ഐ സ്ട്രെയിൻ കൂടുതലാവും അല്ലേ? പിന്നെ അതല്ലാതെ ഞാൻ ചോദിക്കട്ടെ, മാത്തമാറ്റിക്സ് അല്ലേ നിങ്ങൾക്ക് ആദ്യം ഓപ്പൺ ആയി വന്നത്? എന്ത് ചെയ്തു? ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നേരെ നിങ്ങളെ ആരെങ്കിലും മാറ്റാതെ മാത്തമാറ്റിക്സിന്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ആരെങ്കിലും ഉണ്ടോ? അവിടെ ഇരുന്ന് സ്ട്രോങ് ആയിട്ട് തലവെടുക്കുക, ഇല്ല ഞങ്ങൾ എന്ത് ചെയ്താൽ നോക്കൂല, ഡിസൈൻഡ് ആയിട്ട് പോയതായിരുന്നു അല്ലേ? പക്ഷെ ഇത്തവണത്തെ എക്സാം ഒക്കെ ഭയങ്കര ഈസി അല്ലായിരുന്നോ? ഭയങ്കര ഈസി ആയിരുന്നു അല്ലേ?
അങ്ങനെ നിങ്ങൾക്ക് തോന്നിയോ? അതായത് കഴിഞ്ഞ കൊല്ലത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ഇവിടെ തോന്നിയോടോ എക്സാം ഈസി ആയിട്ട്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൂട്ടത്തിലൊരു യൂണീക്നെസ്, അതിന്റെ ഒരു ഫീൽ എങ്ങനെയാ? അല്ല, ഞാൻ മാത്രമല്ല, 3 പേരും കൂടെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് വരാതെ പോയതാണല്ലേ? അപ്പം ഞാൻ ആക്ച്വലി ജെഇയുടെ റിസൾട്ടുകളിൽ പെൺകുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ അല്പം കുറവാണ്, നമുക്ക് പൊതുവെ അങ്ങനെ ഇല്ല. അപ്പൊ ഇതിനകത്ത് വല്ലാത്തൊരു അഭിമാനം തോന്നില്ലേ? ഇല്ലേ? അത്യാവശ്യം അഭിമാനമുണ്ട്. ഓക്കെ, അതൊരു വലിയ കാര്യം അല്ലേടാ, ശരിയല്ലേ? അതായത് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്ന ബേസിക്കലി നമ്മുടെ ഇനി വരുന്ന കുട്ടികൾ, അതായത് ഈ എക്സാം എഴുതുന്ന, ഇനി നമ്മുടെ ജെഇ മെയിൻസ് ജെഇ അഡ്വാൻസ്ഡ് എക്സാം എഴുതി ഇപ്പോൾ ഈ ഒരു എക്സാമിൽ ഒരു പക്ഷേ മാർക്ക് കുറഞ്ഞു പോയ കുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അടുത്ത എക്സാമിന് പ്രതീക്ഷയോടെ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ സക്സസ് ആയ കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എടാ പിള്ളേരെ പറ, നമ്മുടെ ഇനി വരുന്ന പിള്ളേര്, നിങ്ങൾക്കറിയാലോ നിങ്ങൾ സക്സസ്ഫുൾ ആയ പിള്ളേരാ, ശരിയല്ലേ? അപ്പൊ ഇനി വരുന്ന, അതായത് നമുക്കറിയാം എന്തായാലും ഇതൊരു റേസ് ആണ്. 12 ലക്ഷം പിള്ളേർ എഴുതിയ ഒരു എക്സാം ആണ്. അതറിഞ്ഞായിരുന്നോ? നിങ്ങളുടെ ഒപ്പം എഴുതിയിരുന്നത് 12 ലക്ഷം പിള്ളേരാ. ഈ 12 ലക്ഷം പിള്ളേരിൽ നിന്നുമാണ് ഇന്ത്യയുടെ സെൻസേഷനായിട്ട് നിങ്ങളൊക്കെ ആയി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേരുണ്ട് മാർക്ക് കുറഞ്ഞു പോയവരുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് മാർക്ക് കുറഞ്ഞു പോയവരുണ്ട്, ഒരുപക്ഷെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാർക്ക് കുറഞ്ഞു പോയവരുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് എന്തെങ്കിലും പറയാനില്ല, അവരും കയറി വരണ്ടേ അടുത്ത ഇന്റർവ്യൂവിന്? അവരും കൂടെ വേണ്ടേ? അപ്പം നമുക്ക് അവരോട്, അതായത് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ സ്റ്റൈല് അതെങ്ങനെ വേണം? മാത്തമാറ്റിക്സ് എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തത്? നിന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നില്ല, കാരണം നീ പറഞ്ഞ മാത്തമാറ്റിക്സ് പ്രിപ്പയർ ചെയ്യുന്നില്ലേ. അപ്പം നമുക്ക് അപ്പുറത്തെ മൂലം എന്ന് ചോദിക്കാം. പറയടാ, മാത്തമാറ്റിക്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാവരും പറയണം. മാത്തമാറ്റിക്സ് കുറെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. ഇപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിലും അത് എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ സൊല്യൂഷൻ നോക്കി പഠിച്ചിട്ട് അതേ ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും മിക്കവാറും മെയിൻസിൽ ചോദിക്കുന്നത്. അത് തന്നെ പിന്നെ നമ്മൾ ചെയ്ത് പഠിക്കും, നമുക്ക് ആ ഒരു ടൈപ്പ് വൃത്തിക്ക് അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഒരു പുതിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഒരു അപ്രോച്ച് നമുക്ക് കിട്ടും. അതായത് ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ്, ക്വസ്റ്റ്യൻസിനെ ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ് മാത്തമാറ്റിക്സിന്റെ സ്റ്റൈൽ ഓഫ് സ്റ്റഡിയുടെ പ്രത്യേകത, ശരിയല്ലേ? ക്വസ്റ്റ്യൻസിനെ ഫെമിലിയർ ആക്കുക. അപ്പൊ മക്കളെ, നിങ്ങളുടെ മാത്തമാറ്റിക്സിന്റെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത മെത്തേഡ്സും എങ്ങനെയൊക്കെയാണ് നിങ്ങളത് ടാക്കിൾ ചെയ്തതെന്നുള്ളത്, ആരോ ഒരാൾ മാത്സ് 100% ആയാലും ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നില്ലേ? അപ്പൊ മോനെ, എന്തായിരുന്നു മോന്റെ സ്ട്രാറ്റജി ഓഫ് പ്രിപ്പറേഷൻ? മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മോൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഇവിടെ സ്റ്റഡി മെറ്റീരിയലിനകത്തുള്ള ക്വസ്റ്റ്യൻസോ അതല്ലാണ്ട് എക്സ്ട്രാ നമുക്ക് ക്ലാസ്സിൽ തന്ന ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെ ആയിരുന്നോ? അപ്പം അതെല്ലാം മോന് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റ് ചില ആളുകളോടും കൂടെ ചോദിച്ചു നോക്കാം, എങ്ങനെയായിരുന്നു അവർ മാത്തമാറ്റിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് തന്നെ, പിന്നെ ഈ എൻട്രൻസ് ആകുമ്പോൾ ഓപ്ഷൻ വെച്ച് ഉത്തരം കണ്ടുപിടിക്കാം, അങ്ങനത്തെ മൈൻഡ് സെറ്റും ഹെൽപ്ഫുള്ളാണ്. അപ്പം ഇവിടുത്തെ സ്കൂളിലത്തെ പഠിത്തവും അതുപോലെ തന്നെ നിങ്ങളുടെ എൻട്രൻസിൻ്റെ പ്രിപ്പറേഷനും എല്ലാം കൂടെ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയോ ആ സമയത്ത്? 11ാം ക്ലാസ് സ്കൂൾ കുറച്ചും കൂടെ അത്രയും പ്രയോറിറ്റി കൊടുത്തില്ല. പിന്നെ 12ന് ബോർഡൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഫോക്കസ് ഒക്കെ ചെയ്തു. യെസ്. അപ്പം മാത്സുകാരുടെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പം ഇനിയും നമുക്ക് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അതിലും 100% സ്കോർ കിട്ടിയ കുട്ടികൾ നമ്മളോടൊപ്പം ഇരിപ്പുണ്ട്. അപ്പം അവരുടെ വിശേഷം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ചോദിച്ചറിയാം. അപ്പം എങ്ങനെയായിരുന്നു മോൻ്റെ ഒരു പഠിത്ത രീതി ഒന്ന് പറയാമോ? പഠിക്കണം, കെമിസ്ട്രി NCERT 24 മണിക്കൂറും വായിച്ചിട്ടുണ്ട്. പിന്നെ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഫോർമുല ബുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കുമായിരുന്നു. മാത്സ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ച് ചെയ്യുമായിരുന്നു. പിന്നെ ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി എപ്പോഴും NCERT വായിക്കും. അങ്ങനെ പ്യോർലി NCERT ആയിരുന്നു മോൻ്റെ ബേസ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പം ആൾ പറഞ്ഞത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും എല്ലാം NCERT തന്നെയാണ്. ഫിസിക്സിന് ആൾ ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഹി മെയ്ഡ് എ ഫോർമുല ബുക്ക് അല്ലേ? അത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയും മറ്റാരെങ്കിലും നിങ്ങളുടെ കൂടെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ്സ്, കാരണം ഇത് നിങ്ങളുടെ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഇനി മുന്നോട്ടുള്ള എക്സാംസിന് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. അപ്പം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്സ് അല്ലേ നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടാണ്. വേറെ ആർക്കാണ് നിങ്ങളുടെ ഒരു പഠന സ്ട്രാറ്റജി ഷെയർ ചെയ്യാനായിട്ട് താല്പര്യമുള്ളത്? ഞാൻ കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം NCERT ബേസ്ഡ് തന്നെയായിരുന്നു. പിന്നെ മാത്സ് PYQ ആയിരുന്നു ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത്. കെമിസ്ട്രി കൂടുതൽ NCERT തന്നെ ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ NCERT ഒരു ക്വസ്റ്റ്യൻ നോക്കിയില്ലെങ്കിൽ അതൊരു നഷ്ടമായിരുന്നു. അതിൻ്റെ സ്കോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രോബ്ലം ചെയ്യാൻ പിന്നെ തിയറി വായിക്കാത്ര. യെസ്, പ്രോബ്ലം ചെയ്തു, തിയറി വായിച്ചു, അങ്ങനെ എല്ലാ തരത്തിലും വളരെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തു ഒരുങ്ങി തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ JEE മെയിൻസ് എക്സാം അവർ ക്വാളിഫൈ ചെയ്ത് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സീറ്റ് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുട്ടികളാണ് നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത് അല്ലേ?
അപ്പം ആക്ച്വലി ഒരു സ്റ്റെപ്പും കൂടെ ക്ലോസറാണ് നിങ്ങളുടെ ഒരു ഡ്രീം സീറ്റിന് വേണ്ടിയിട്ട്. അപ്പം എന്ത് തോന്നുന്നു? എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന വിജയം അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു മാർക്കൊക്കെ തന്നെ കിട്ടിയോ? പ്രതീക്ഷിച്ച പോലെ എഴുതാൻ പറ്റി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ പെർസെൻറ്റേജിൽ ഇത്തവണ കുറവായിരുന്നു. കുറേ കെയർലെസ് മിസ്റ്റേക്ക് അടിച്ചു, അപ്പം പ്രതീക്ഷ മാർക്കൊന്നും കിട്ടിയില്ല. മാർക്ക് വന്നപ്പോൾ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു, പക്ഷെ പെർസെൻറ്റേജ് വന്നപ്പോൾ അത്യാവശ്യം ഹാപ്പി ആയിരുന്നു. ഒരു എൻ്റെ ഷിഫ്റ്റിൽ പെർസെൻറ്റേജ് മാർക്ക് റേഷ്യോ കുറച്ച് കൂടുതൽ. അതുപോലെ തന്നെ സെയിം ഷിഫ്റ്റ് എഴുതിയ മാർക്ക് കൂടുതലൊന്നുമല്ല, സങ്കടമായിരുന്നു. പക്ഷെ പെർസെൻറ്റേജ് വന്നപ്പം എക്സ്പെക്ട് ചെയ്യാനേക്കാളും കൂടുതൽ കിട്ടി. ദൈവത്തിനോട് നന്ദി പറയുന്നു. ഓക്കെ, അപ്പം ഇവരുടെ എല്ലാവരുടെയും എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിസിക്സിൻ്റെ കാര്യവും മാത്തമാറ്റിക്സിൻ്റെ കാര്യവും അത്യാവശ്യം ഐഡിയ ഒക്കെ ആയി, നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയുള്ള ഐഡിയ ആയി. നമുക്ക് ഇനിയിപ്പോൾ റിമൈനിങ് ആയിട്ടുള്ളത് കെമിസ്ട്രി ആയിരിക്കുമല്ലോ ടീച്ചറെ? കെമിസ്ട്രി എനിക്ക് വലിയ പിടിയില്ലാത്തതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ചോദിച്ചോട്ടെ. അപ്പോൾ കെമിസ്ട്രി, അതായത് നമ്മുടെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും വേണ്ടി എന്ന് നമ്മൾ പറയത്തില്ല, നിങ്ങളുടെ ഒപ്പം ഉള്ളവരൊക്കെ തന്നെയാണ് അവർക്ക് വേണ്ടി നമ്മുടെ ഇപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നില്ലേ. കെമിസ്ട്രി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? NCERT ബേസ്ഡ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, അതായത് phase 1 എക്സാമിന് കെമിസ്ട്രി ഭയങ്കര ഈസി ആയിരുന്നു എന്നാണ് കേൾവി. ഭയങ്കര ഈസി ആയിരുന്നു അല്ലേ? അപ്പോൾ അത് NCERT ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ചോദിച്ചത്. NCERT ബേസ് ആയിട്ടുള്ള നോട്ട്സ് തനിയാക്കി പഠിച്ച് ഞാൻ ചോദിക്കട്ടെ, അടുത്ത എക്സാമിന് വേണ്ടി എന്തെങ്കിലും ഒരു ചേഞ്ച് വരാനുള്ള സാധ്യതയോ അങ്ങനെ വല്ലതും? കാരണം നിങ്ങളൊരു പക്ഷേ കഴിഞ്ഞ JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം കണ്ടതാണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നോ, അതോ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും? ട്രെൻഡ് വൈസ് വലിയ ഡിഫറൻസ് ഇല്ല. മോർ ഓർ ലെസ് മാത്സ് എപ്പോഴും നല്ല ബുദ്ധിമുട്ടും ഫിസിക്സും കെമിസ്ട്രിയും പൊതുവെ 1-1.5 മണിക്കൂർ തീർക്കാൻ പറ്റും. ആദ്യം പറഞ്ഞ മാത്തമാറ്റിക്സ് നല്ല ബുദ്ധിമുട്ടെന്നല്ലേ? പക്ഷേ എന്താ അപ്പോൾ കെമിസ്ട്രിക്ക് സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നോട്ട്സ് ആക്കിയിട്ട് ബേസിക്കലി NCERT ബേസ്ഡ് ആയിട്ട് പഠിച്ചാൽ മതി. അതായത് NCERT ബേസ്ഡ് ആയിട്ട് പഠിച്ചാൽ മതി. എന്തെങ്കിലും എതിരഭിപ്രായം എന്തെങ്കിലും ഇല്ല? അതായത് NCERT ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കുക. നിങ്ങളുടെ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് കെമിസ്ട്രി NCERT ബേസ്ഡ് ആയിട്ട് പഠിച്ചു, ഫിസിക്സ് ഫോർമുല ബുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാത്തമാറ്റിക്സ് ഞാൻ ചോദിക്കുന്നില്ല, ഉണ്ടാക്കുന്നത്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോബ്ലം ചെയ്യുന്നുള്ള. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവർ പറയുന്നത്, അതായത് ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് സ്റ്റഡിയാണ്. അതായത് ഫിസിക്സിന്, കെമിസ്ട്രിക്ക്, മാത്തമാറ്റിക്സിന് എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ രാജാക്കന്മാർ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നോക്കി. അതായത് ഓരോ സബ്ജക്റ്റിനും ഓരോ സ്റ്റൈൽ ഓഫ് സ്റ്റഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് നമ്മൾ ഡിസൈൻഡ് ആയിരിക്കണം. ശരിയല്ലേ? ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് JEE അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ JEE മെയിൻസ് phase 1 എക്സാം കഴിയുമ്പോൾ ഇന്ത്യയുടെ സെൻസേഷനായ KE സ്കൂളിലെ നമ്മുടെ ബ്രില്യൻറ്റിനെ ചുണക്കുട്ടികളുടെ സന്തോഷമാണ് നമ്മളിപ്പോൾ പങ്കുവെച്ചത്. അപ്പോൾ ഇവരിനി JEE അഡ്വാൻസിൻ്റെ ചൂടിലേക്ക്, അതായത് phase 2 ഇവർ എഴുതുന്നുണ്ട്, എന്നിരുന്നാലും JEE അഡ്വാൻസിൻ്റെ ചൂടിലേക്ക് മാറുന്നതുകൊണ്ട് നമ്മളിവർ ഒത്തിരി ശല്യപ്പെടുന്നില്ല. അപ്പോൾ KE സ്കൂളിൻ്റെ മൈതാനത്ത് നിന്നും നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻ്റർ ചുണക്കുട്ടികളോടൊപ്പം നവീൻ സാറും അമല മിസ്സും പിന്നെ ഞാനും.